ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. അപ്പുറത്തെ വീട്ടുകാരാണ് അയൽക്കാരനെന്ന തെറ്റിദ്ധാരണ ക്രിസ്തു ഭംഗിയായി തിരുത്തുന്നുണ്ട്. നമ്മളിപ്പോഴും അതിർത്തി തർക്കം കാണിക്കുന്ന, ബെൽമൗത്ത് വളയാനായിട്ട് സമ്മതിക്കാത്ത, വേസ്റ്റും ഇലകളും മരത്തിൻ്റെ കൊമ്പും ഇങ്ങോട്ട് വീഴുന്നതെന്ന് അലർന്ന, അതിർത്തി മാന്തുന്ന, അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് വരുന്ന മണം പിടിക്കുന്ന സാധാരണ അയൽക്കാരനാണോ? ഈശോയുടെ അയൽക്കാരൻ സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. ഈ സ്നേഹവിപ്ലവമാണ് പുതിയ നിയമത്തിൻ്റെ അനന്യത. ദൈവത്തെ സ്നേഹിക്കുക ആർക്കാണ് അറിയാത്തത്? ക്ഷമ ഇസ്രായേലെ കേൾക്കുക. നിയമാവർത്തനം 6:4. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഏത് തീവ്രവാദികളുടെയും മാസ്റ്റർ പീസ് വാക്യമാണ്. ആയിരങ്ങളെ കൊന്നൊടുക്കിയ ബിൻ ലാദൻ പോലുള്ള മനുഷ്യരുടെ പോലും ഉള്ളിൽ പതയുന്ന വാക്യം ഇതാണ്. പക്ഷേ ക്രിസ്തു ഈ പ്രഥമ കൽപ്പനയ്ക്ക് ഒരു അനുബന്ധ കൽപ്പന കൂട്ടിച്ചേർത്തു. ലേവ്യരുടെ പുസ്തകം 19:18 വളരെ അപ്രസക്തമായ നിയമങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൊച്ചു നിയമമാണ്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ ഈശോ ഇതിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിലും വലിയ കൽപ്പനകളൊന്നും വേറെ ഇല്ലെന്ന് അവിടുന്ന് കൃത്യമായിട്ട് കൂട്ടിച്ചേർത്തു. ഇനി മുതൽ ക്രിസ്ത്യാനിയുടെ ഏത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീട്ടൂരങ്ങളും ഈ കൽപ്പന കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഈ അയൽക്കാരൻ എവിടെയാണ്? അതിന് ക്രിസ്തു നല്ല അയൽക്കാരൻ്റെ കഥ പറഞ്ഞു. മുറിവേറ്റ് ചോരയൊലിപ്പിച്ച് നിസ്സഹായനായി കിടക്കുന്ന എല്ലാവരും എൻ്റെ അയൽക്കാരാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യരെ വിലങ്ങണിയിച്ച് നാണം കെടുത്തി വിടുമ്പോൾ ലോകത്ത് മുഴുവൻ അസ്വസ്ഥത പടരുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ലോകം തളരും. എല്ലാവരും മനുഷ്യരാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മളെല്ലാവരും പരദേശികളാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഹൃദയം നോവുന്നുണ്ടെങ്കിൽ ഈ അയൽക്കാരൻ എന്ന പദം നിനക്ക് മനസ്സിലാകുന്നുണ്ട്. ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിപ്പോയ മനുഷ്യരുടെ നിസ്സഹായത നിന്നെ സ്പർശിച്ചില്ലെങ്കിൽ നീ എങ്ങനെ അയൽക്കാരനായി തീരും? നിസ്സഹായന് വേണ്ടി നീറുന്ന, അവനെ താങ്ങിയെടുക്കുന്ന കരുണയുള്ളവനാണ് അയൽക്കാരൻ. എവിടെയായാലും ആരായാലും.